ഇതാ ഈ കാലാവസ്ഥയിൽ കാണാൻ പറ്റിയൊരു പടമാണിത്. 2.25 മണിക്കൂർ എ സിയിൽ ഇരിക്കാം, ഒരു തണുത്ത ചായ കുടിക്കാം. നിവിൻ പോളിയുടെ പ്രതിച്ഛായ, ഒരു നീണ്ട നീണ്ട ചായ, നല്ല തണുത്ത ചായയാണിത്. ഈ സിനിമ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലില്ലേ, നമ്മുടെ ഈ ലൂസിഫറും എമ്പുരാനും കൂടി ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് ഏതാണ്ട് അതേപോലത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതുക. എന്നിട്ട് ഈ ലാലേട്ടന്റെ കഥാപാത്രവും ടൊവിനോ തോമസിന്റെ കഥാപാത്രവും മറ്റൊരാളാക്കുക. എന്നിട്ട് ഈ മാസ് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതിന് ഏറ്റവും ഗുണ്ട് ലെവലിൽ എഴുതി കഴിഞ്ഞാല് ആ ഗുണ്ട് വേർഷൻ എങ്ങനെ ഉണ്ടാകും? അതാണ് ഉണ്ണികൃഷ്ണന്റെ ഈ പടം. എനിക്ക് ഈ സിനിമയിൽ ഭയങ്കര തമാശയായിട്ടുള്ള ഒരു സാധനമുണ്ട്. അതായത് ഇതിലൊരു നേപ്പാളി വില്ലൻ ഉണ്ട്, ബാബാദും, അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ പേര്, ബാബാദും. ഈ ബാബാദുമിന്റെ ഒരു ഇൻട്രോ സീനില് ഈ ആളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ചെങ്ങായി പുറത്തു നിന്നിട്ട് വിറക് വെട്ടുന്നുണ്ടാവും. അത് ഭയങ്കര ഒരു ഐറണിക്കൽ ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ LPG ഷാമുലാണല്ലോ. ഇയാൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ വടാപാവൽ ഉണ്ടാക്കാൻ വരുന്ന ഒരു ഉത്തർപ്രദേശുകാരുണ്ടാവില്ലേ, ഏതാണ്ട് അതേ ഫേസ് കട്ടിൽ ഉള്ളൊരു ചെങ്ങായിട്ടോ. എനിക്ക് ഭയങ്കര ഒരു കോമഡി ഫിഗർ ആയിരുന്നു അത്, കിടിലം. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഒരുപാട് നാൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം നിവിൻ പോളി ഒന്ന് തല പൊക്കി ഒന്ന് സെറ്റായി വന്നത്. എന്നിട്ട് ഈ ഒരു പടം ചെയ്തതിലൂടെയില്ലേ, ഒരു നടൻ എന്ന നിലയിലോ ഒരു സ്റ്റാർ എന്ന നിലയിലോ അയാൾക്ക് വലിയ ഒന്നുമില്ല. മീൻസ് ഒരു വേസ്റ്റ് ആയി പോയി എഫേർട്ട് മൊത്തം. എന്തോ ഒരു പടം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ ഷറഫുദ്ദീനാണ്. ഈ ഷറഫുദ്ദീന്റെ വില്ലത്തരം കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാനായിട്ട് അങ്ങനെ ഒരുപാട് സ്ലോ മോഷന്റെയും വലിയ BGM-ന്റെ ആവശ്യമൊന്നുമില്ല. വരുത്തൻ സിനിമയിലെ ഷറഫുദ്ദീന്റെ ആ കഥാപാത്രത്തിന്റെ വില്ലത്തരം വളരെ മിനിമൽ ആയിട്ടുള്ള ചില ഷോട്ടിൽ അമൽ നീരദ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അതിന് ഇത്രയും ഈ സ്ലോ മോഷന്റെയും മറ്റ് അഭ്യാസങ്ങളുടെയും കാര്യമൊന്നുമില്ല. ഇപ്പൊ രണ്ട് ആക്ടേഴ്സിന്റെ കാര്യം അവിടെ ആയല്ലോ. ഇനി കുറച്ച് നല്ല രീതിയിൽ ചെയ്ത ആൾക്കാരെ ഞാൻ പറയാം. ഒന്ന് സായ് കുമാർ, പിന്നെ ഇതിൽ ഈ ബാലചന്ദ്ര മേനോന്റെ പേരായിട്ട് വൈഫായിട്ട് അഭിനയിച്ച ഒരു അമ്മച്ചിയുണ്ട്, അവര് നന്നായിരുന്നു. പിന്നെ എനിക്ക് അത്ര നന്നായിട്ട് തോന്നും. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു ടീമുണ്ട്, ഒന്ന് സമരം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ടീം, അവർ നല്ല രീതിയിൽ സമരം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടീമുണ്ട്, ഈ പാർട്ടി ഓഫീസിന്റെ മേലെ കയറി നിൽക്കും, എന്നിട്ട് പാർട്ടി ഓഫീസിന്റെ താഴെ സ്റ്റേറ്റ് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ എത്തി നോക്കും. എന്നിട്ട് ഈ പാർട്ടി ഓഫീസിൽ നിന്ന് സ്റ്റേറ്റുകാർ പോകുന്ന സമയത്ത് അതേപോലെ എത്തി നോക്കും. ഇവരുടെ പണി ഇതാണ്. പാർട്ടി ഓഫീസിലേക്ക് സ്റ്റേറ്റുകാർ വരുന്നു, എത്തി നോക്കുന്നു, പോകുന്നു, സ്റ്റേറ്റുകാർ പോകുന്നു, എത്തി നോക്കുന്നു, പോകുന്നു. ഇത്രയേ ഉള്ളൂ പണി. നല്ല അഭിനയമായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഈ പണ്ട് ഈ മാടമ്പിയും ഗ്രാൻഡ് മാസ്റ്ററെല്ലാം നമ്മൾ കാണുന്ന സമയത്ത്, ഓക്കെ, അത് അന്നത്തെ കാലഘട്ടത്തിന് ചേരുന്ന സിനിമ തന്നെയായിരുന്നു. ഓഡിയൻസ് അത്യാവശ്യം കണ്ടിട്ടെല്ലാം ഉണ്ട്. അതിനുശേഷവും ഇല്ലേ, ഈ ക്രിയേറ്റർക്ക്, അതായത് ഈ റൈറ്റർ കം ഡയറക്ടർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണന് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്ന് വെച്ചാല് ഇയാൾ എഴുതുന്ന ഡയലോഗ്സിൽ പോലും ഈ സിനിമയിൽ തന്നെ ഓരോ ഡയലോഗ് എഴുതിയിട്ടുണ്ട്. എന്തൊരു ബോറാന്നറിയോ. ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിനോട് യോജിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇപ്പോ ഉള്ള ഈ ഒരു ജനറേഷന് സിനിമ കാണാൻ വേണ്ടി വരുന്ന ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എലമെന്റും ഇയാളുടെ ഡയലോഗ്സിലോ അല്ലെങ്കിൽ ഷോർട്സിലോ ഡയറക്ഷനിലോ ഇല്ല. വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നല്ല എഴുതി വിട്ടൊരു സാധനമില്ലേ, എന്താണ്, ആറാട്ട്. അതിലും വലിയ ആറ്റം ബോംബാണിത്. ഈ ചങ്ങയ്ക്ക് വേണമെങ്കിൽ ഈ അമേരിക്ക ഇറാൻ യുദ്ധത്തിലില്ലേ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാം. അമേരിക്കയുടെ കയ്യിലുള്ളതിനെക്കാളും കൂടുതൽ ആളവായുധം ഇയാളുടെ കയ്യിലുണ്ട്. അതല്ലെങ്കിൽ എഴുതി വിടുന്നുണ്ട്. എന്തൊരു അബദ്ധം ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് അറിയോ. പിന്നെ ഈ പടത്തില് നമ്മുടെ നിഷാന്ത് സാഗറിന്റെ ഒരു അഭിനയമുണ്ട്. അയാള് ഈ പടത്തില് ഒരു മിസ്കാസ്റ്റ് ആയിരുന്നു. അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താ വെച്ചാല്, ഇത് ഓൾറെഡി ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഈ പടം. അപ്പൊ ഇതിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്. അതായത് ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇമോഷൻ അല്ല, വ്യക്തിബന്ധങ്ങളായിട്ടുള്ള ചില ഇമോഷണൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു കഥാപാത്രം ഇമോഷണലി വീക്കർ ആയി കഴിഞ്ഞാൽ ഇയാളുടെ ബോഡി ലാംഗ്വേജിന് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊന്നും ഈ കഥാപാത്രത്തിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സ്ക്രീനിൽ വരുന്ന സമയത്തില്ലേ ക്യാരക്ടേഴ്സ് എല്ലാം അടിപോലെ ഉണ്ടാകും, സൗണ്ടിന് മാത്രമേ പറയുന്ന ഇമോഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതില് ചില ഷോട്ടുകളല്ല, അതായത് ക്ലോസിലേക്ക് വരുന്ന പല ഷോട്ടുകളിലെല്ലാം ഇയാളുടെ അഭിനയം കാണുന്ന സമയത്ത് നമുക്ക് ചിരി വരും. നിവിൻ പോളി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് നിവിൻ പോളിയും ഈ നിഷാന്ത് സാഗറും ഒരുമിച്ച് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് കാണുന്ന സമയത്ത് നമുക്ക് എന്തോ പോലെ തോന്നും. അതുപോലെ തന്നെ ഇയാളെ അതിനുശേഷം ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു ഫാമിലി ആയിട്ട്, അതായത് ഇവര് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മാത്രം സംസാരിക്കുന്ന ഒരു, അതായത് വളരെ ഇമോഷണൽ ആയിട്ട് തകർന്ന് പാളിസായി പോകുന്ന ഒരു മൊമെന്റിലിരുന്ന് സംസാരിക്കുന്ന ഒരു സീനാണത്. അവിടെയും നിഷാന്ത് സാഗറിന്റെ
പെർഫോമൻസ് വളരെ വീക്കറായിരുന്നു. അതൊരു വൈഡ് ആയിട്ടുള്ള ഷോട്ടാണ്, വൈഡ് ഷോട്ടിലും വീക്കറാണ്, ക്ലോസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വീക്ക്നെസ് മനസ്സിലാവും. പിന്നെ നിവിൻ പോളിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതായത് നിവിൻ പോളി സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെയാണ്, സിനിമ തീരുമ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്. ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്, കാരണം ആ കഥാപാത്രം തന്നെ ആ രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് അങ്ങനെ എന്താണ്, അയാൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒന്ന് മീഡിയാസിനൊക്കെ എന്താണ് വിമർശിക്കുന്നതാണോ ഉപദേശിക്കുന്നതാണോ എന്താന്നൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ലൂസിഫറിൽ ലാലേട്ടൻ വന്നിട്ട് മീഡിയാസിനെ എടുത്ത് നോക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതും വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ വന്നിട്ട് നോക്കിയതാണ്. ഈ മീഡിയ സിൻഡിക്കേറ്റ് എന്നെല്ലാം പറയുന്ന സാധനങ്ങളെല്ലാം എത്രയോ വർഷം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് പിണറായി വിജയൻ നോക്കിയ സാധനമായിരുന്നു അതൊക്കെ. സോ അതെല്ലാം വളരെ വീക്കറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സമയത്തോന്നും ഇത് മീഡിയാസിനുള്ള കൊട്ടാണോ, അല്ലെങ്കിൽ ഇവർ പൊളിറ്റിക്സിനെയാണോ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെയാണോ, അതായത് ഈ വോട്ട് ചെയ്യാൻ പോകുന്ന നമ്മളാണല്ലോ, നമ്മളെയാണോ ഇവർ വെക്കുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അത് എവിടെയും ഈ റൈറ്റർക്ക് ഇവിടെ ഒന്നും ഉറച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ റൈറ്ററിന്റെ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ ക്രിയേറ്ററിന്റെ പോയിന്റ് എന്താണെന്നുള്ള കാര്യം ഈ സിനിമയിൽ എവിടെയും അങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ ഒരു പിടിതരാതി ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നുണ്ട്. എവിടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടില്ല. നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് ഈ സിനിമ കാണണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും. നമ്മളെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാലല്ലേ നമുക്കൊരു ആവേശം ഉണ്ടാകും. പിന്നെ ഈ പടത്തിൽ മാസ് സീൻ എന്ന രീതിയിൽ ചില സാധനങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ ഒരു മാസ് ആയിട്ട് അങ്ങനെ തോന്നൂല. നിവിൻ പോളിയുടെ തന്നെ ചില ഡയലോഗ്സിലെല്ലാം മാസാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ നമുക്ക് എന്തെങ്കിലും തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നും തോന്നിയില്ല. അതില് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയ ഒരു കാര്യം വെച്ചാല് കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി ഈ സിനിമയിൽ ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. കേരള സ്റ്റോറി ഓൾറെഡി ഇവിടെ ഒന്ന് പൊട്ടിപ്പോയ ഒരു പടമാണ്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു കൗണ്ടർ ഗുണ്ട് ഇറക്കി പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ സൊസൈറ്റി ആ പടത്തിനെ ഓൾറെഡി തള്ളിക്കളഞ്ഞതാണ്. ഇത് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാധനം ഇട്ടിട്ട് അത് അതിലും വലിയ ഫ്ലോപ്പ് ആയി പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൗണ്ടർ ഗുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയിൽ പറയാം. പിന്നെ ഇവർക്ക് മീഡിയാസിനെയും പൊളിറ്റീഷ്യൻസിനെല്ലാം വിമർശിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഈ സിനിമയുടെ പല ഘട്ടങ്ങളിൽ കയറി വരുന്ന ചില കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് ആന ഗസ്റ്റിനെല്ലാം ചെയ്ത കഥാപാത്രം കേരളത്തിലെ പൊളിറ്റിക്സിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പണ്ട് കരുണാകരന്റെ ചാരക്കേസിൽ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഈ സരിത കേസിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈം 2021 സമയത്ത് ഒരു സ്വപ്ന സുരേഷോ അങ്ങനെ എന്തൊരു അങ്ങനെ ഒരു സാധനം വന്നായിരുന്നല്ലോ ഇതിന്റെ ഇടയ്ക്ക്, രാഷ്ട്രീയത്തിലല്ല വിവാദത്തിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ആന ഗസ്റ്റിന്റേത്. പക്ഷെ അതും അവർക്ക് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ, ക്യാരക്ടർ ഇങ്ങനെ വരുന്നുണ്ട്, അപ്പോ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് ഉണ്ട്, അത് ഇവിടെയും അവർക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വളരെ വീക്കർ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ സിനിമയിലെ ഡയലോഗ്സ് എല്ലാം ഒരുവിധം വളരെ വളരെ വീക്കറാണ്. കാരണം ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ ഒരു 1970 മുതൽ ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ പൊളിറ്റിക്കൽ ഡ്രാമാസ് വന്നിട്ടുണ്ട്. അതായത് ഈ IV ശശിയുടെ എല്ലാം പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ തൊഴിലാളി സമരം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പടങ്ങൾ. അത് പിന്നെ ഷാജി കൈലാസിന്റെ പടങ്ങള്, ജോഷിയുടെ പടങ്ങള്, അതുപോലെ തന്നെ രഞ്ജി പണിക്കർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കുറെ മൂവീസ്, പിന്നെ ഒരുവിധം റൈറ്റേഴ്സിന്റെ ഒക്കെ, അതായത് ഈ AK സാജന്റെ പടങ്ങള്, പിന്നെ ചില റൈറ്റേഴ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരും, പൊളിറ്റിക്കൽ സാധനങ്ങൾ എഴുതും. മിക്കതും സുരേഷ് ഗോപി അവരൊക്കെ ആയിരിക്കും ലീഡ് റോളിലൊക്കെ വരുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡയലോഗിന്റെ പാറ്റേൺ ഇല്ലേ, സെയിം പാറ്റേണിലാണ് അവർ ഇപ്പോഴും ഈ സിനിമയ്ക്ക് ഡയലോഗ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് കേട്ട് ആൾക്കാർക്ക് മടുക്കില്ലേ? ഡയലോഗ്സ് ചില ആൾക്കാർക്ക് കണക്ട് ആവണം. ഇത് സിനിമയുടെ നമുക്ക് വിഷ്വലി കാണിക്കാൻ വേണ്ടി പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് സ്കോറിങ്, സിനിമാറ്റോഗ്രാഫിയിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ആൾക്കാരെ പിടിച്ചുകൊടുത്താൻ വേണ്ടി പറ്റും. പക്ഷെ അതിലെ കഥാപാത്രങ്ങളുടെ സംസാരം, ആ ഒരു ഇന്റൻസിറ്റി, അവരുടെ ഇമോഷൻസ്, അതെല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡയലോഗ്സ് തന്നെ വേണം. ഡയലോഗ് ഇല്ലാതെ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ബ്രില്യന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരിക്കണം. അപ്പൊ ഇതിൽ അഭിനയിച്ച ആൾക്കാർ ബ്രില്യന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമുക്കിപ്പോ ഒരു 90s വരുന്നുണ്ടായ പൊളിറ്റിക്കൽ മൂവീസിലെ കാസ്റ്റിംഗ് ഒന്ന് എടുത്തു നോക്കിയേ, വിജയരാഘവൻ, മറ്റേ രതീഷ്, പിന്നെ ഒരു വില്ലന്മാരുടെ ഒരു വലിയ പാടം തന്നെ ഉണ്ട്, NF വർഗീസ്, മറ്റേ ഭീമൻ രഘു, പിന്നെന്താണ് ഈ സ്ഫടികം ജോർജ്. അതിന്റെ ഒരു സെറ്റ് ടീം തന്നെ ഉണ്ടല്ലോ ഈ മലയാളത്തിൽ സ്ഥിരമായിട്ട് പൊളിറ്റിക്കൽ റോൾ ചെയ്യുന്ന ആൾക്കാര്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖ്, സൈകുമാർ, ആ ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ചെയ്യാൻ ആൾക്കാരില്ല. മനസ്സിലാവുന്നുണ്ടോ? ചെയ്യുന്നത് വളരെ വീക്കർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് പ്രോപ്പർ ആയിട്ട് 100% എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരൊക്കെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതില് ഹരിശ്രീ അശോകന്റെ ഒരു കഥാപാത്രമുണ്ട്. നമുക്ക് നമ്മൾ ശരിക്കും പണ്ടത്തെ ഈ NF വർഗീസിനെ ആ ടീമിനെല്ലാം മിസ് ചെയ്യും ഈ ഹരിശ്രീ അശോകന്റെ ഒക്കെ റോള് കാണുന്ന സമയത്ത്. ആ ആക്ടർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ കഥാപാത്രത്തിനെ എന്താണ് പുൾ ഓഫ് ചെയ്യാനായിട്ട് ആ ആക്ടർ പോരാ. മനസ്സിലായോ? അങ്ങനെ അത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട സാധനങ്ങളാണ്. പവർഫുൾ ഇൻ ദ സെൻസ് അത് കാണുമ്പോൾ നമുക്ക് തോന്നണം ആ കഥാപാത്രം അയാൾക്ക് സ്യൂട്ട് ആണെന്ന്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ പടത്തില്. അപ്പൊ ഞാൻ
തൂക്കം നിന്ന് കഴിഞ്ഞാൽ 2.25 മണിക്കൂർ ഞാൻ നിന്ന് തൂക്കേണ്ടി വരും. മീൻസ് ഷോട്ട് ബൈ ഷോട്ട് തൂക്കേണ്ടി വരും. നല്ല പ്രതീക്ഷയോടെ കാണാൻ പോയ ഒരു സിനിമയായിരുന്നു. കാരണം ആഫ്റ്റർ നമ്മുടെ സർവ്വമായക്ക് ശേഷം നിവിൻ പോളി, ബേബി ഗേൾ ഞാൻ ചേർക്കുന്നില്ല, പക്ഷെ ഈ പടം ഞാൻ കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ റൈറ്റർക്കും ഡയറക്ടർക്കും പ്രത്യേകിച്ച് അപ്ഡേഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് വീണ്ടും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിലെ ഷറഫുദ്ദീന്റെ കഥാപാത്രത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി എല്ലാം കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ കഥാപാത്രത്തിനോടാണ് കുറച്ചുകൂടി ഇമോഷണലി കണക്ഷൻ തോന്നുന്നത്. പിന്നെ ഇത് ഷറഫുദ്ദീന്റെ കൂടെ നടക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട് കേട്ടോ, ഒരു കോർപ്പറേറ്റ് മൊണ്ണ ചൂരിദാർ നടക്കുന്ന ചങ്ങായി. അതെല്ലാം വെറും വേസ്റ്റ് കഥാപാത്രമായിരുന്നു. പിന്നെ ഈ പടത്തിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ലീഡ് കൂടി തന്നിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അഥവാ കഷ്ടകാലത്തിന് നിങ്ങൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇറാനോ അമേരിക്കയ്ക്കോ മറ്റോ വിൽക്കുന്നതായിരിക്കും നല്ലത്. അവരുടെ കയ്യിൽ മിസൈലുകളൊക്കെ കുറവുണ്ട്. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.